ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഖില മലങ്കര മർത്തമറിയം വനിതാ സമാജത്തിൻ്റെ കേന്ദ്ര പരീക്ഷയുടെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള 12ാമത്തേതും അവസാനത്തേതുമായ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത്, നമുക്ക് പഠിക്കുവാൻ തന്നിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് വീണ്ടെടുക്കുന്ന ക്രിസ്തു, രൂത്തിൻ്റെയും എസ്തേറിൻ്റെയും പുസ്തകങ്ങളിലൂടെ എന്ന പുസ്തകത്തിലെ അവസാനത്തേതായ അധ്യായം 11, ഹാമാൻ്റെ അന്ത്യം, യഹൂദന്മാരുടെ ഉദ്ധാരണം, പൂരീം പെരുന്നാൾ എന്ന അധ്യായമാണ് ഇന്ന് നാം പഠിക്കുവാനായിട്ട് പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു വാക്ക്, വീണ്ടും ഒരിക്കൽ കൂടി ദൈവവചനം ആഴത്തിൽ പഠിക്കുവാനും പഠിപ്പിക്കുവാനും ഈ ഒരു വർഷവും കൂടി സാധിച്ചതിൽ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മുന്നമേ തന്നെ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ഈ വേദപഠന ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക്, രൂത്തിൻ്റെയും എസ്തേറിൻ്റെയും പുസ്തകങ്ങൾ നാം പഠിക്കുന്നതൊക്കെ ഈ പരീക്ഷയിൽ വലിയ മാർക്ക് മേടിക്കുക എന്നോ റാങ്ക് മേടിക്കുക എന്നുള്ളതോ അല്ല നമ്മുടെ പ്രധാനമായ ലക്ഷ്യമായിട്ട് കാണേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുതരം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമുക്കറിയാം, സെക്യുലർ ആയിട്ടുള്ള ലൈഫിൽ നാം ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താറുണ്ട്. എന്നാൽ സ്പിരിച്വൽ ആയിട്ടുള്ള നമ്മുടെ ലൈഫിനുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നാം ദൈവവചനം പഠിക്കുവാനായിട്ട് നൽകുന്ന ഈ ഓരോ സമയങ്ങളും. അതുകൊണ്ട് നമുക്ക് ഭാവിയിൽ വരാനുള്ള ദൈവാനുഗ്രഹങ്ങൾക്കായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാത്രം, ഇല്ല എങ്കിൽ രൂത്തിൻ്റെ പുസ്തകമൊക്കെ നാം പഠിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന പ്രതിസന്ധികൾ തരണം ചെയ്യുവാനായിട്ടുള്ള കൃപകൾ ലഭിക്കുവാനായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമായിട്ട് ഇതിനെ പ്രധാനമായിട്ടും കാണുക. അതുപോലെ നമുക്കറിയാം, നാം ഈ പഠിക്കുന്നതൊക്കെയും ചിലപ്പോൾ നമ്മുടെ ഭവനങ്ങളിലെ കൊച്ചുമക്കളൊക്കെയും കാണുന്നുണ്ടാകാം. ഒരുപക്ഷെ അമ്മമാരും വല്യമ്മമാരും ഒക്കെ ഇതിരുന്ന് പഠിക്കുന്നുണ്ടാവാം. അപ്പോൾ ഓർക്കുക, നാം ഇരുന്ന് ഈ പഠിക്കുന്നത്, വചനം പഠിക്കുന്നത്, മറിച്ച് നമ്മൾ മറ്റൊരു തരത്തിലെ സമയം കളയാതെ അല്പസമയം ഇരുന്ന് ദൈവവചനം പഠിക്കുകയും വായിക്കുകയും ചെയ്യുമൊക്കെ ചെയ്യുന്നത് നമ്മുടെ കൊച്ചുകുട്ടികളെ കാണുന്നുണ്ട്. അപ്പോഴെപ്പോഴും നമ്മുടെ കുട്ടികൾക്കൊക്കെ നാം എന്ത് പറയുന്നു എന്നല്ല, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നാം എന്താണ് കാണിച്ചു കൊടുക്കുന്നത് എന്നാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അവരോട് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്താലും ദൈവത്തെക്കുറിച്ചോ അല്ല വചനത്തെക്കുറിച്ചൊക്കെ കുറച്ച് പറഞ്ഞു കൊടുത്തെന്ന് വെച്ചാൽ എല്ലാം ഒന്നും അവർക്ക് ഉള്ളിൽ കയറണമെന്നില്ല. എന്നാൽ കൂടുതലും അവർക്ക് അനുഭവവേദ്യമാകാൻ പോകുന്നത് അവർ കാണുന്ന കാഴ്ചകളാണ്. നമ്മളുടെ മാതാപിതാക്കളാകട്ടെ, ഗ്രാൻഡ് പേരൻസ് ആകട്ടെ, അവരൊക്കെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും വചനം പഠിക്കുകയും ചെയ്യുന്നത് അവർക്ക് നമ്മൾ ശരിക്കും ഒരു നല്ല കാര്യം കാട്ടിക്കൊടുക്കണം. ദൈവത്തെ നാം നമ്മളിലൂടെ കാട്ടിക്കൊടുക്കുന്ന ഒരു അവസരമാണിത്. അതുകൊണ്ട് ഇത് പ്രധാനമായിട്ടും ഒരു ദൈവികമായ കാര്യമായിട്ട് മാത്രം എടുക്കുക. പരീക്ഷയോ റാങ്കോ എന്നുള്ള ആ ഒരു വലിയ ലക്ഷ്യം അത് മാറ്റിവെച്ച് ദൈവവചനം എൻ്റെ ജീവിതത്തിൽ ഒരു സ്പിരിച്വൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാത്രം ഇതിനെ കാണുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ 2 പുസ്തകങ്ങളാണ് നമ്മൾ പഠിച്ചു വന്നത്, രൂത്തും എസ്തേറിൻ്റെയും പുസ്തകങ്ങൾ. അങ്ങനെ എസ്തേറിൻ്റെ പുസ്തകവും അവസാനത്തെ ഭാഗത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രൂത്തിൻ്റെ പുസ്തകത്തിലൂടെ നാം പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും അനുഭവവേദ്യമാക്കണം. രൂത്ത് നമ്മെ പഠിപ്പിക്കുന്നത് പ്രതിസന്ധിയിലും കണ്ണുനീരിലുമൊക്കെയും ജീവിതത്തിലെ പല ചലഞ്ചുകൾ ഏത് സമയവും കടന്നു വരാം. എന്നാൽ അതിലൊക്കെയും തിരിച്ചറിഞ്ഞ അല്ലെങ്കിൽ കണ്ടറിഞ്ഞ ദൈവത്തെ, അനുഭവിച്ചറിഞ്ഞ ദൈവത്തെ വിടാതെ പിന്തുടരുക. അങ്ങനെ പ്രത്യാശയോടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു വീണ്ടെടുപ്പ്, ഒരു രക്ഷ, ഒരു സന്തോഷത്തിൻ്റെ അനുഭവം തീർച്ചയായിട്ടും ദൈവ പൈതലിന് കരുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രൂത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ എസ്തേർ നമ്മളെ വലിയ ഒരു പാഠമാണ് എസ്തേർ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഉത്തരവാദിത്വങ്ങൾ, അതോടൊപ്പം തന്നെ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിയോഗങ്ങൾ, അതൊരു പക്ഷേ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട നിയോഗങ്ങളാകണമെന്നില്ല. പക്ഷേ എസ്തേറിൻ്റെ ജീവിതത്തിലൂടെ വന്നത്, എസ്തേറിന് വലിയൊരു നിയോഗം, തൻ്റെ ജനതയെ രക്ഷിക്കുക എന്നുള്ള നിയോഗമാണ് എസ്തേറിന് വന്നത്. അപ്പോൾ നമുക്കും ഇതിൽ നിന്നൊക്കെയും നമുക്ക് പഠിക്കുവാനുള്ളത്, നമ്മുടെ ജീവിതത്തിലും ഒരു പ്ലാനുകൾ എപ്പോഴും ദൈവികമായ പദ്ധതിയും നിയോഗവും ഒക്കെ ഉണ്ട്. അതൊരു പക്ഷേ നമുക്ക് വേണ്ടി മാത്രമായിട്ട് ജീവിക്കാനുള്ളതാകില്ല. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയായിരിക്കാം, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയായിരിക്കാം ചില ഉത്തരവാദിത്തങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ ഒരു നമ്മുടെ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ നിറവേറ്റണമെന്നും കൂടെ എസ്തർ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്, പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയുമാണ് എസ്തറിന് ലഭിച്ചതായ ഈ നിയോഗത്തെ നടത്തിയെടുക്കുവാനായിട്ട് എസ്തർ ശക്തിപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സ്ത്രീജനങ്ങളായ നമുക്ക് ഓരോരുത്തർക്കും എസ്തർ നൽകുന്ന മാതൃക വളരെ വലുതാണ്. നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ഒക്കെ ഇമ്പോർട്ടൻസ് ആണ് ഇത് എസ്തറിൻ്റെ പുസ്തകം പഠിക്കുന്നതിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്.
അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് അധ്യായം 11 നമുക്ക് കടക്കാം. ഹാമാന്റെ അന്ത്യം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് 6-ാം അധ്യായം വരെയാണ് നമ്മൾ കണ്ടത്. ഇനി 7, 8, 9, 10 എന്നുള്ള 4 അധ്യായങ്ങളും കൂടിയാണ് ഈ അധ്യായത്തിൽ വിശദമാക്കുന്നത്. അപ്പോൾ നമുക്ക് എസ്തർ 7-ാം അധ്യായം മുതൽ മുന്നോട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യഹൂദ ജനത്തിൻ്റെ വീണ്ടെടുപ്പിനായിട്ട് എസ്തർ രാജ്ഞി നടത്തിയ ശ്രമങ്ങളൊക്കെയും വിജയിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ 7-ാം അധ്യായം മുതൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഹാമാൻ മൊർദെഖായിക്കായിട്ട് തയ്യാറാക്കി വെച്ചിരുന്ന കഴുമരത്തിൽ ഹാമാൻ തന്നെ മരിക്കണമെന്നുള്ള ഒരു ദൈവനിശ്ചയം അത് നടപ്പാക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് ദൈവം ഇടപെടുമ്പോൾ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യരൊക്കെ മാറിപ്പോകുന്നതായിട്ടുള്ളൊരു അവസ്ഥയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇതിൽ ശരിക്കും എസ്തറിൻ്റെ ഒരു ബുദ്ധിവൈഭവം അല്ലെങ്കിൽ നയതന്ത്രമൊക്കെ എങ്ങനെയാണ് ഇവിടെ വിജയം കാണുന്നത് എന്നുള്ളതാണ് ഈ 7, 8 ചാപ്റ്ററുകളിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് നമുക്ക് 7-ാമത്തെ ചാപ്റ്റർ വിശുദ്ധ വേദപുസ്തകം കയ്യിലെടുക്കുക, ഒന്ന് അതും കൂടെ ചേർത്ത് പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. 7-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 6-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഹാമാൻ മൊർദെഖായിയെ രാജാവ് രാജകീയ വസ്ത്രം ധരിച്ചും ഒരു ബഹുമാനം നൽകി കുതിരപ്പുറത്ത് എഴുന്നള്ളിച്ച് നടക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് ഹാമാന് വളരെയധികം കോപമുണ്ടായി പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. 6-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കണ്ടത് എസ്തർ രാജ്ഞി ഒരിക്കൽ 2-ാമത്തെ വീഞ്ഞിലേക്ക് ഹാമാനും ക്ഷണമുണ്ട്. അങ്ങനെ ഹാമാനെ രാജഭൃത്യന്മാർ വന്ന് വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ നമുക്കറിയാം എസ്തർ രാജ്ഞി പ്രധാനമായിട്ട് രാജാവിനോട് 2 വിരുന്നാണ് നടത്തിയത്. 1-ാമത്തെ വിരുന്നിൽ എന്താണ് ആഗ്രഹമെന്ന് ചോദിച്ചപ്പോൾ എസ്തർ രാജ്ഞി പറഞ്ഞില്ല, മറിച്ച് 2-ാമതൊരു വിരുന്ന് കൂടിയുണ്ട്, അതിനുകൂടി വരണമെന്നാണ് എസ്തർ രാജ്ഞി അവിടെ ആവശ്യപ്പെട്ടത്. അപ്പോൾ അങ്ങനെ 2-ാമത്തെ വിരുന്നിലേക്ക് വരുന്നതും 7-ാമത്തെ അധ്യായം ആദ്യത്തെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് 2-ാമത്തെ വിരുന്നിലേക്ക് വരുന്ന രാജാവ് വീണ്ടും സന്തോഷിച്ച് എസ്തറിനോട് ചോദിക്കുന്നു, ഇനി എന്താണ് ആഗ്രഹം അല്ലെങ്കിൽ അപേക്ഷ എന്ന് ചോദിക്കുന്നു. അപ്പോൾ രാജ്യത്തിൻ്റെ പാതി ചോദിച്ചാൽ തന്നെ തരാമെന്നൊക്കെ രാജാവ് പറയുമ്പോൾ ഇവിടെ രാജ്ഞി തൻ്റെ ബുദ്ധി പ്രകടിപ്പിക്കുകയാണ്. 2-ാമത്തെ ഈ ലഭിച്ച അവസരത്തിൽ രാജ്ഞി അവിടെ കാര്യങ്ങൾ ബോധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 7-ാം അധ്യായം 4, 5, 6 വാക്യങ്ങളിൽ അവിടെ രാജ്ഞി തനിക്കും തൻ്റെ ജനത്തിനും നേരിട്ടിരിക്കുന്ന ഈ വലിയ ഒരു വിപത്തിനെ തങ്ങൾക്ക് ലഭിക്കുന്ന തങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന ഈ ഒരു ഹാമാൻ മൂലമുണ്ടായ ഈ ഒരു രാജകൽപ്പനയെ പറ്റി രാജ്ഞി രാജാവിനോട് പറയുകയും അങ്ങനെ രാജാവിന് പെട്ടെന്നൊരു കോപമുണ്ടായി. ഇത് കേട്ടപ്പോൾ ഹാമാനാണ് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെയുള്ള കേട്ടപ്പോൾ രാജാവിന് പെട്ടെന്ന് കോപമുണ്ടായി. പെട്ടെന്ന് അവിടെ നിന്ന് വിരുന്നുശാലയിൽ നിന്ന് രാജാവ് ഉദ്യാനത്തിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ 7-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി 7-ാം അധ്യായം 7, 8 വാക്യങ്ങളിലാണ് ശരിക്കും ഒരു റിയൽ ട്വിസ്റ്റ് നടക്കുന്നത്. അപ്പം രാജാവ് പെട്ടെന്ന് ഇങ്ങനെ പോയപ്പോൾ ഹാമാന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി എന്നറിഞ്ഞ ഹാമാൻ പെട്ടെന്ന് എന്താണ് ചെയ്തത്, എങ്ങനെയെങ്കിലും എസ്തർ രാജ്ഞിയെ ഒന്ന് കൂട്ടുപിടിച്ച് കാലിൽ വീണ് മാപ്പപേക്ഷിച്ച് രക്ഷപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഹാമാൻ അവിടെ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഹാമാൻ അപ്പോൾ രാജ്ഞിയോട് അപേക്ഷിക്കുവാൻ വേണ്ടി രാജ്ഞി ഇരുന്ന മെത്തയിലേക്ക് വീണ് കിടന്ന് കരഞ്ഞ് രാജ്ഞിയോട് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ഈ കറക്റ്റ് സമയത്ത് തന്നെയാണ് രാജാവ് ഉദ്യാനത്തിൽ നിന്ന് പെട്ടെന്ന് തിരിച്ചു വരുമ്പോൾ രാജാവ് എന്താണ് കാണുന്നത്, എസ്തർ ഇരിക്കുന്ന മെത്തയിൽ ഹാമാൻ വീണ് കിടക്കുന്നു. അപ്പോൾ രാജാവ് വീണ്ടും അത് തെറ്റിദ്ധരിച്ചു. 8-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, രാജാവ് പറയുന്നു, ഞാനില്ലാത്തപ്പോൾ നീ രാജ്ഞിയെ ബലാത്കാരം ചെയ്യുമോ എന്ന് ചോദിച്ച് പെട്ടെന്ന് തന്നെ ഹാമാന്റെ മുഖം അവിടെ മൂടി ഹാമാനെ കൊല്ലുവാനായിട്ട് കൊണ്ടുപോകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ വധശിക്ഷ പ്രഖ്യാപിക്കും മുമ്പ് തന്നെ ഹാമാന്റെ മുഖം മൂടുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അന്നത്തെ കാലത്തൊക്കെ ഗ്രീസ് റോമ രീതി അനുസരിച്ച് ഒരാളുടെ മുഖം വധശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഒരാളുടെ മുഖം മൂടുമെങ്കിൽ അത്രമായ കഠിനമായ ഒരു ശിക്ഷയാണ് അയാൾക്ക് നൽകാൻ പോകുന്നത് എന്നൊരു സൂചനയാണ് അവിടെ നൽകുന്നത്. അങ്ങനെ ഹാമാൻ അവിടെ പേജ് നമ്പർ 44 അവസാന ഭാഗത്തേക്ക് ആദ്യത്തെ പാരഗ്രാഫിൽ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, അതൊരു ക്വസ്റ്റ്യൻ ആണ്. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന പഴമൊഴി അന്വർത്ഥമായത് എവിടെ? അപ്പോൾ ആരാണ് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണത്? ഹാമാന്റെ കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഹാമാൻ മൊർദെഖായിക്കായി ഒരുക്കിയ കഴുമരത്തിൽ ഹാമാൻ തന്നെ
തൂക്കപ്പെടുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അതാണ് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന പഴമൊഴി അന്വർത്ഥമാക്കുന്ന അവസരം എന്ന് പറയുന്നത്. അങ്ങനെ ചാപ്റ്റർ 7 അവസാനിക്കുകയാണ്. അതായത് ഹാമാന്റെ അന്ത്യമാണ് ചാപ്റ്റർ 7 പ്രധാനമായിട്ട് കാണുന്നത്. ഇനി ചാപ്റ്റർ 8ലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് മൊർദെഖായിക്ക് ലഭിക്കുന്നതായ സ്ഥാനക്കയറ്റമാണ് ചാപ്റ്റർ 8 നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ഹാമാന്റെ മരണശേഷം, ഹാമാനെ തൂക്കിലേറ്റിയതിനു ശേഷം മൊർദെഖായിയെ രാജാവ് ഒരു ഹാമാന്റെ സ്ഥാനത്തേക്ക് തന്നെ, ഹാമാന് രാജാവിനേക്കാൾ തൊട്ട് താഴെ രണ്ടാമത്തെ, രാജ്യത്തിലെ രാജഭരണത്തിൽ രണ്ടാം സ്ഥാനിയായിട്ടാണ് ഹാമാനെ നിർത്തിയത്. അപ്പോൾ ഹാമാന്റെ മരണശേഷം മൊർദെഖായിക്ക് ഈ ഒരു അവസരം, സ്ഥാനക്കയറ്റം നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 8-ാം അധ്യായത്തിന്റെ തുടക്കം മുതൽ നമുക്ക് നോക്കുമ്പോൾ പ്രധാനമായിട്ടും അവിടെ ഒരു 4 കാര്യങ്ങളാണ് രാജാവിന്റെ മരണശേഷം എസ്തേറിനും മൊർദെഖായിക്കുമായിട്ട് ലഭിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഹാമാന്റെ വീട് എസ്തേർ രാജ്ഞിക്ക് രാജാവ് നൽകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. രണ്ടാമത്, എസ്തേർ ഇവിടെയാണ് മൊർദെഖായിയുമായിട്ട് തനിക്കുള്ള ബന്ധം, മൊർദെഖായി തൻ്റെ വളർത്തപ്പനാണ് എന്നുള്ള ആ ഒരു ബന്ധം എസ്തേർ ഇവിടെ രാജാവിനെ അറിയിച്ചപ്പോൾ രാജാവ് മൊർദെഖായിയെ രാജസന്നിധിയിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള അനുമതി നൽകുന്നു. അതാണ് രണ്ടാമത്തേതായിട്ട് സംഭവിച്ച പ്രധാന കാര്യമെന്ന് പറയുന്നത്. അതുവരെ നമുക്കറിയാം മൊർദെഖായി രാജകൊട്ടാരത്തിന്റെ വാതിൽ കാവൽക്കാരനായിട്ട്, ഗേറ്റ് കീപ്പറായിട്ട് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ സംഭവത്തോടുകൂടി രാജകൊട്ടാരത്തിനകത്തേക്ക് മൊർദെഖായിക്ക് പ്രവേശനം ലഭിക്കുന്നു. ഇനി അടുത്തതായി മൂന്നാമതായിട്ട് പ്രധാന സംഭവം നടന്നത്, ഹാമാന്റെ പക്കൽ കൊടുത്തതായ രാജാവിന്റെ ഒരു മോതിരം ഹാമാന്റെ പക്കൽ കൊടുത്തിരുന്നു. ആ രാജമുദ്ര വെച്ചിട്ടാണ് ഹാമാൻ കൽപ്പനയൊക്കെയും യഹൂദരെ കൊല്ലുവാനുള്ള കൽപ്പനയൊക്കെയും പുറപ്പെടുവിച്ചത്. അപ്പോൾ ഇവിടെ മൂന്നാമതായിട്ട് ഹാമാന്റെ പക്കൽ നിന്ന് ആ രാജമോതിരം എടുത്ത് മൊർദെഖായിക്ക് കൊടുക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇതൊരു വലിയ സൂചനയാണ്. ഇവിടെ ഹാമാനെ പോലെ മൊർദെഖായിയെ രാജഭരണത്തിൽ രണ്ടാം സ്ഥാനിയായിട്ട് രാജാവ് നിയമിക്കുന്നതായിട്ടാണ് ഈ രാജമോതിരം നൽകുന്നതിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി നാലാമതായിട്ട് നടന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത്, എസ്തേറിന് നൽകിയ ഹാമാന്റെ ഭവനം എസ്തേർ അത് മൊർദെഖായിയെ വീടിന് മേൽവിചാരകനായിട്ട് ആക്കുന്നതായിട്ടും 8-ാമത്തെ അധ്യായം ആദ്യ ഭാഗത്ത് നമുക്ക് ഒരു 3-ാമത്തെ വാക്യം വരെയുള്ള ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു ഹാമാന്റെ ഈ ഭവനം എസ്തേറിന് നൽകുന്നതായിട്ടുള്ള ഈ ഒരു സംഭവത്തെ ഹെറോഡോട്ടസ് എന്ന ചരിത്രകാരൻ അവിടെ പറയുന്നത്, കുറ്റം ചെയ്തവർ അല്ലെങ്കിൽ കുറ്റം ചെയ്ത് ശിക്ഷിക്കപ്പെടുന്നവരുടെ സ്വത്തുക്കൾ കണ്ടുകിട്ടുന്ന ഒരു രീതി പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഹാമാൻ കുറ്റം ചെയ്തതിനാൽ ഹാമാന്റെ സ്വത്ത് കണ്ടുകെട്ടി അത് നൽകുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ഇവിടെ അടുത്തൊരു ചോദ്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, മൊർദെഖായി രാജഭരണത്തിൽ രണ്ടാം സ്ഥാനിയായി എന്നതിൻ്റെ സൂചന എന്ത്? രാജാവിൻ്റെ മുദ്രമോതിരം മൊർദെഖായിക്ക് നൽകുന്നതിലൂടെയാണ് രാജഭരണത്തിൽ മൊർദെഖായി രണ്ടാം സ്ഥാനിയായി മാറി എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഇത് വേറൊരു തരത്തിൽ ചോദിക്കാം, രാജാവിൻ്റെ മുദ്രമോതിരം മൊർദെഖായിക്ക് നൽകിയതിൻ്റെ സൂചന എന്ത്? അതിനെയും ഈ സെയിം ഉത്തരമാണ്. എന്താണ് സൂചന? രാജഭരണത്തിൽ മൊർദെഖായി രണ്ടാം സ്ഥാനിയായി മാറി എന്നുള്ളതാണ് ഈ മുദ്രമോതിരം രാജാവ് നൽകുന്നതിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഈ 8-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം മുതൽ താഴേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് യഹൂദന്മാരുടെ ഉദ്ധാരണമാണ്. യഹൂദന്മാർക്ക് ലഭിച്ച ആ ഒരു അനുഗ്രഹമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിച്ചത്. അപ്പോൾ നമുക്കിവിടെ പ്രധാനമായിട്ട് എസ്തേർ രാജ്ഞിയുടെ 2 ലക്ഷ്യങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എന്തൊക്കെയാണ് 2 പ്രധാന ലക്ഷ്യങ്ങളിൽ? ഒന്നാമത്തേത് മൊർദെഖായിയെ രക്ഷിക്കുക, തൂക്കുമരത്തിൽ നിന്ന് മൊർദെഖായിയെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു എസ്തേറിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇനി യഹൂദന്മാർക്ക് മൊത്തത്തിൽ ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നതായിരുന്നു. അപ്പോൾ നമുക്ക് 8-ാം അധ്യായത്തിന് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്നത് എസ്തേർ രാജ്ഞി എങ്ങനെയാണ് യഹൂദന്മാർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കിയത്. അപ്പോൾ അവിടെയുള്ള യഹൂദന്മാർക്ക് എങ്ങനെ സുരക്ഷിതത്വം ഉറപ്പാക്കിയത്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കൂടെ അവിടെ പ്രതീക്ഷിക്കാം. എസ്തേർ രാജ്ഞി യഹൂദന്മാരുടെ സുരക്ഷിതത്വം അഥവാ ഉദ്ധാരണം ഉറപ്പാക്കിയത് എങ്ങനെ? അപ്പോഴും ഇവിടെ 8-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യവും അതുപോലെ 12-ാമത്തെ വാക്യമൊക്കെ നമ്മൾ പ്രധാനമായിട്ട് കാണുമ്പോൾ നമുക്ക് കാണുന്നത്, ഇവിടെ രാജ്ഞി വീണ്ടും രാജാവിനോട്
ഒരു രാജകൽപ്പന പുറപ്പെടുവിക്കുവാനായിട്ടാണ് ഇവിടെ പറയുന്നത്. അതിലൂടെ ഒരു 5-ാമത്തെ വാക്യത്തിൽ വീണ്ടും എസ്തേറിന്റെ ഒരു അപേക്ഷ അവിടെ നൽകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. എന്താണ് ആ ഒരു രാജ്ഞിയുടെ ഒരു അപേക്ഷ എന്താണ്? യഹൂദന്മാരെ നശിപ്പിക്കുവാൻ ഹാമാൻ എഴുതിയ ഉപായ ലേഖനങ്ങൾ, അതായത് രാജകൽപ്പനയൊക്കെ പുറപ്പെടുവിച്ചു. അത് ദുർബലപ്പെടുത്തുവാനാണ് രാജാവിനോട് എസ്തേർ രാജ്ഞി അപേക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു 8-ാം അധ്യായത്തിലെ 5-ാമത്തെ വാക്യത്തിലാണ് ഈ അപേക്ഷ നമ്മൾ കാണുന്നത്. അങ്ങനെ രാജ്ഞിയുടെ അപേക്ഷ പ്രകാരം ആ അപേക്ഷ രാജാവ് സ്വീകരിക്കുകയും രാജാവ് വീണ്ടും ഒരു 2-ാമത് ഒരു രാജകൽപ്പന പുറപ്പെടുവിക്കുന്നു. ആദ്യത്തേതായിട്ടുള്ള കൽപ്പന ഹാമാന്റെ കുതന്ത്രത്തിൽ സംഭവിച്ചതാണ്. എന്നാൽ 2-ാമതായിട്ടുള്ള ഒരു രാജകൽപ്പന 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ എന്താണ് പറയുന്നത്? 8-ാം അധ്യായത്തിന്റെ ഇതിൽ നമ്മൾ കാണുന്നത് അവരെ ആരും ഉപദ്രവിക്കുവാൻ പാടില്ല, അതായത് യഹൂദന്മാരെ ആരും ഉപദ്രവിക്കുവാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ഇനി അടുത്ത ഒരു ഭാഗം വളരെ ശ്രദ്ധിക്കണം. ആരെങ്കിലും ഉപദ്രവിച്ചാൽ അത് തിരിച്ചാക്രമിക്കുന്നതിന് യഹൂദന്മാർക്ക് അനുവാദം നൽകി. ഈ 2 കാര്യങ്ങൾ, ഒന്ന് യഹൂദന്മാരെ ആരും ഉപദ്രവിക്കുവാൻ പാടില്ല, എന്നാൽ ആരെങ്കിലും യഹൂദന്മാരെ ഉപദ്രവിച്ചാൽ അവരെ തിരിച്ചാക്രമിക്കുവാനായിട്ടുള്ള ഒരു അനുവാദം കൂടി രാജാവ് രാജകൽപ്പന പുറപ്പെടുവിക്കുന്നു. അങ്ങനെ യഹൂദന്മാരുടെ ഉദ്ധാരണം ഈ രാജകൽപ്പനയാൽ പൂർത്തീകരിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്, യഹൂദന്മാരുടെ ഉദ്ധാരണത്തിനായിട്ട് രാജാവ് പുറപ്പെടുവിച്ച കൽപ്പന ഏത്? അത് പേജ് നമ്പർ 45-ന്റെ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെയാണ് നമുക്കുള്ളത്. യഹൂദന്മാരുടെ സുരക്ഷിതത്വത്തിനായിട്ട് എസ്തേർ രാജ്ഞിയുടെ അപേക്ഷ പ്രകാരം രാജാവ് പുറപ്പെടുവിച്ച കൽപ്പനയാണിത്. അതാണ് ഞാനിപ്പോൾ തന്നെ പറഞ്ഞത്. ആരും അവരെ ഉപദ്രവിക്കാൻ പാടില്ല, ഉപദ്രവിച്ചാൽ തിരിച്ചാക്രമിക്കുവാനുള്ള അനുവാദവും നൽകി. അതാണ് ആ ഒരു കൽപ്പനയായിട്ട് എപ്പോഴും നാം ഓർക്കേണ്ടത്. അങ്ങനെ ഈ 2-ാമതായിട്ട് വന്ന രാജകൽപ്പനയുടെ ഫലമായിട്ട്, ഈ രാജകൽപ്പന 2-ാമത് വന്നപ്പോൾ പല ഭാഗത്തായിട്ട് ചിതറിപ്പാർത്തിരുന്ന യഹൂദന്മാരൊക്കെയും കൂടി വരികയും അവിടെ അവർ പരസ്പരം ഒരു വിരുന്നൊരുക്കി സന്തോഷിച്ച് ഉത്സവം ആചരിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ടാണ് ഈ ഉത്സവത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ഇനി മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അടുത്തതായിട്ടൊരു മെയിൻ ഹെഡിങ്ങിൽ കാണുന്നത് ഹാമാന്റെ ഉപായ ലേഖനങ്ങളെ നിർജീവമാക്കുന്ന പുതിയ രാജകൽപ്പന. അപ്പോൾ നാം ഓൾറെഡി ഞാൻ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ്, രാജാവിൻ്റെ മുന്നിലുള്ള രാജ്ഞി സമർപ്പിച്ച അപേക്ഷ പ്രകാരം അവിടെ രാജാവിൻ്റെ പ്രതികരണം എന്താണെന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഹാമാൻ കൊല്ലപ്പെട്ടു എങ്കിലും ഹാമാൻ പുറപ്പെടുവിച്ച ഒരു രാജകൽപ്പനയെക്കുറിച്ച് ആ സമയത്ത് ഭയങ്കര ആശങ്കകൾ ഉണ്ടായ ആ ഒരു സമയത്താണ് ഇത് മനസ്സിലാക്കി എസ്തേർ രാജ്ഞി ഹാമാന്റെ എല്ലാ കൽപ്പനകളും റദ്ദാക്കണമെന്ന് രാജാവിനോട് അപേക്ഷിക്കുന്നത്. അങ്ങനെ ഈ 2-ാമത്തെ കൽപ്പനയും പുറത്തിറങ്ങുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്ന 8-ാം അധ്യായം 12-ാം വാക്യത്തിലാണ് അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി ഈ 2-ാമത്തെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ 2-ാമത്തെ രാജകൽപ്പന ഇറങ്ങിയത് എന്ത് എന്നും ചോദിക്കാം. എന്ത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി ഇത് എന്നാണ് ഇറങ്ങിയത്? അപ്പോൾ ഇത് അന്നത്തെ കാലഘട്ടത്തിലെ ഒരു മാസത്തിന്റെ പേരാണ് സീവാൻ മാസം. ഈ സീവാൻ മാസം എന്നുള്ളത് 3-ാമത്തെ മാസമാണ് സീവാൻ മാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീവാൻ മാസത്തിലാണ് 23-ാം തീയതി, സീവാൻ മാസം 23-ാം തീയതി എന്നുള്ളതാണ് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, അതുമല്ല പേജ് നമ്പർ 46-ന്റെ ആദ്യത്തെ പാരഗ്രാഫിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സീവാൻ മാസമായ 3-ാം മാസം 23-ാം തീയതിയാണ് യഹൂദന്മാർക്കും 127 സംസ്ഥാനത്തിലെ എല്ലാ ജാതിയിലെ ആൾക്കാർക്കും അവരവരുടെ ഭാഷയിലും യഹൂദന്മാർക്ക് അവരുടെ അക്ഷരത്തിലും ഭാഷയിലും ഈ 2-ാമത്തെ രാജകൽപ്പന പുറപ്പെടുവിച്ച് രാജമോതിരം കൊണ്ട് മുദ്രയിടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് കാണുന്നത് പേജ് നമ്പർ 46-ൽ 2-ാമത്തെ പാരഗ്രാഫിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അടുത്ത ചോദ്യമാണ്, 2-ാം രാജകൽപ്പനയിൽ യഹൂദന്മാർ എന്ത് ചെയ്തു? അപ്പോൾ ഈ രാജകൽപ്പന കേട്ടപ്പോൾ യഹൂദന്മാർ എന്താണ് ചെയ്തത്? യഹൂദന്മാർ ഒക്കെയും ഒന്നിച്ചുകൂടി അവർ തങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി പൊരുതുവാനും തങ്ങളെ ഉപദ്രവിക്കുവാൻ വരുന്നവരെ നശിപ്പിച്ച് കൊന്നുമുടിക്കുവാനുമാണ് യഹൂദന്മാർക്ക് അവിടെ അനുവാദം കിട്ടിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ തക്കം നോക്കി, ഇങ്ങനെ കിട്ടിയ അനുവാദത്തിന്റെ തക്കം നോക്കി യഹൂദന്മാർ എന്തു ചെയ്തു? അവരുടെ ശത്രുക്കളെ മുഴുവൻ കൊന്നുമുടിച്ചു. അപ്പോൾ തങ്ങൾക്ക് എതിരായി വരുന്ന ശത്രുക്കളെ കൊല്ലുവാനുള്ള അധികാരവും ഈ രാജകൽപ്പന കൊടുത്തതുകൊണ്ട് ആ സമയം നോക്കി യഹൂദന്മാർ അവരുടെ ശത്രുക്കളെ കൊന്നൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ അതിന്റെ
പ്രത്യേകമായ ഒരു നമ്പർ, എത്ര പേരെയാണ് അവർ കൊന്നതെന്ന് പറയുന്നു. ശൂഷൻ രാജധാനിയിൽ എത്ര പേരെയാണ് അവർ കൊന്നത്? 500 പേരെയാണ് അവർ കൊന്നത്. അതുപോലെ തന്നെ ഹാമാന്റെ 10 മക്കളും വധിക്കപ്പെട്ടതായിട്ടും അവിടെ കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ പ്രധാന ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, യഹൂദന്മാർ ശത്രുക്കളെ കൊന്നൊടുക്കുന്നുവെങ്കിൽ അവരുടെ വസ്തുക്കൾ കൊള്ള ചെയ്തില്ല. അപ്പോൾ ഹാമാന്റെ ഒരു ആ സമയത്തെ രാജകൽപ്പനയിൽ നിന്ന് വ്യത്യസ്തമാണിത്. അന്നത്തെ ഫസ്റ്റ് രാജകൽപ്പനയിൽ ഹാമാൻ എന്താണ് പറഞ്ഞത്? അവർ തീരുമാനിച്ചത് യഹൂദന്മാരെ കൊന്നൊടുക്കുവാനും അവരുടെ സ്വത്തുക്കളൊക്കെ കൊള്ളയടിക്കാനുമാണ് അവർ തീരുമാനിച്ചത്. എന്നാൽ യഹൂദന്മാർ അങ്ങനെ ചെയ്തില്ല. അവർ ശത്രുക്കളെ കൊന്നൊടുക്കി, മറിച്ച് അവരുടെ സമ്പാദ്യമൊന്നും അവർ കൊള്ളയിടുന്നതായിട്ട് കാണുന്നില്ല. ഇനി അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഇവരിങ്ങനെയൊക്കെ യഹൂദന്മാർ ശത്രുക്കളെയൊക്കെ കൊന്നൊടുക്കിയതിന് ശേഷം അവർ പ്രധാനമായ ഒരു ഉത്സവം ആചരിക്കുന്നുണ്ട്. അതാണ് പൂരീം പെരുന്നാൾ. ആദ്യം മുതൽ നമ്മൾ കണ്ടതാണ്. എസ്തേറിന്റെ പുസ്തകം, ഈ വേദപുസ്തക ഭാഗം യഹൂദന്മാർ അവരുടെ ഒരു പെരുന്നാളിലാണ് പ്രധാനമായിട്ട് വായിക്കുന്നത്. ആ പെരുന്നാൾ തന്നെ എസ്തേറിന്റെ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതാണ് പൂരീം പെരുന്നാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പൂരീം പെരുന്നാൾ എന്ന് പറയുന്നത്, ഇവിടെ വിവിധ സ്ഥലങ്ങളിലെ യഹൂദന്മാർ അനേകം പേരെ, ധാരാളം പേരെ വധിച്ചതും അങ്ങനെ അവർക്കൊരു രക്ഷ കിട്ടിയതിനോടനുബന്ധിച്ച് അവർ ഒന്നിച്ചുകൂടി ആഘോഷിക്കുന്ന പെരുന്നാളാണ് ഈ പൂരീം പെരുന്നാൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് ഏത് മാസമാണ് ഈ പൂരീം പെരുന്നാൾ നടക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ആധാർ മാസം. നമ്മൾ ആദ്യം കണ്ടത് സീവാൻ മാസമാണ്, അത് 3-ാം മാസമാണെങ്കിൽ ആധാർ മാസം എന്നുള്ളത് 12-ാം മാസമായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഏത് ദിവസമാണ്? ഇവിടെ 46-ാമത്തെ പേജിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് യഹൂദന്മാർ ധാരാളം പേരെ വധിച്ച ദിവസം അതേതാണ്? യഹൂദന്മാർ എല്ലാവരെയും വധിച്ച ദിവസമാണ് ആധാർ മാസം 12, അതായത് 12-ാം മാസം 13-ാം തീയതി. ആ തീയതിയും കൂടി ഓർക്കുക. ആധാർ മാസം 13-ാം തീയതിയാണ് യഹൂദന്മാർ തങ്ങളുടെ ശത്രുക്കളെയൊക്കെയും വധിച്ച ദിവസം. അങ്ങനെ ഇവിടെ പ്രധാനമായിട്ട് ശൂഷനിൽ നടന്ന ശത്രു സംഹാരം, ശൂഷൻ രാജധാനിയിൽ 13ഉം 14ഉം ദിവസങ്ങളിൽ ശത്രു സംഹാരം നടക്കുന്നതായിട്ടും 15-ാം തീയതി ഇവരൊക്കെയും ആഘോഷം, അതൊരു സന്തോഷമായിട്ടും ഒരു ഉത്സവമായിട്ടും പൂരീം പെരുന്നാൾ ആഘോഷിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഈ പൂരീം പെരുന്നാൾ ആഘോഷിക്കുന്നതും 2 തരത്തിലാണ്. ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും 2ആയിട്ടാണ് ഇത് ആഘോഷിക്കുന്നത്. ഗ്രാമങ്ങളിൽ ആധാർ മാസം 14-ാം തീയതിയാണെങ്കിൽ പട്ടണങ്ങളിൽ ഇത് ആധാർ മാസം 15-ാം തീയതിയാണ് ആഘോഷിച്ചത്. അപ്പോൾ ഇവിടെ എന്താണ് പൂരീം പെരുന്നാൾ എന്നുകൂടി ഒരു ചോദ്യം നമുക്ക് നേരിടാവുന്നതാണ്. അത് പേജ് നമ്പർ 46 അവസാനത്തെ പാരഗ്രാഫിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളൊക്കെയും എഴുതുക. വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് യഹൂദന്മാർ തങ്ങളുടെ ധാരാളം ശത്രുക്കളെ വധിച്ച ദിവസമായിരുന്നു ആധാർ മാസം 13-ാം തീയതി. 13, 14 ദിവസങ്ങളിൽ അവർ ശത്രു സംഹാരങ്ങൾ നടത്തുകയും 14-ാം ദിവസം ഈ ഗ്രാമങ്ങളിലും 15-ാം ദിവസം ഈ പട്ടണങ്ങളിലും അവർ ആഘോഷം നടത്തുകയും ചെയ്തു. അങ്ങനെ യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായതിൻ്റെ ആഘോഷമായിട്ടാണ് ഈ പൂരീം പെരുന്നാളായിട്ട് അറിയപ്പെടുന്നത്. ഇനി ഈ പൂരീം പെരുന്നാളിന് എങ്ങനെയാണ് ഈ പേര് ലഭിച്ചത്, അല്ലെങ്കിൽ പൂരീം എന്ന പേരിന്റെ പശ്ചാത്തലം എന്തെന്ന് ചോദിച്ചാൽ 9-ാം അധ്യായം 25-ാം വാക്യത്തിലാണ്. 9-ാം അധ്യായത്തിലേക്ക് നാം പ്രധാനമായിട്ട് കാണുന്നത് ഈ പൂരീം പെരുന്നാളിന്റെ ആഘോഷമാണ്. പ്രധാനമായിട്ട് 9-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത്. 9-ാം അധ്യായം 25-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഈ പേര് വന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി ഈ പൂരീം എന്നുള്ള ഒരു പേര് വന്നത് പൂര് എന്ന വാക്കിൽ നിന്നാണ് പൂരീം എന്ന പേര് വന്നത്. അപ്പോൾ എന്താണ് ഈ പൂര് എന്ന് പറഞ്ഞാൽ, ഹാമാൻ യഹൂദന്മാരെ നശിപ്പിക്കാനായിട്ടുള്ള ഒരു ദിവസം നോക്കി. അപ്പോൾ അവർ ആദ്യമേ തീരുമാനിച്ചു ഇത് ആധാർ മാസത്തിലായിരിക്കണം, അതായത് 12-ാം മാസത്തിലാണ് യഹൂദന്മാരെ നശിപ്പിക്കേണ്ടത്. ഇനി ഇത് എന്നായിരിക്കണം എന്നറിയാൻ വേണ്ടി അവരൊരു ചീട്ടിട്ടു. അന്നത്തെ കാലഘട്ടത്തിലുള്ള ഒരു പതിവാണ് ഈ ചീട്ടിടുക. അപ്പോൾ ആ ഇടുന്ന ചീട്ടിന്റെ പേരാണ് പൂര് എന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ ഒരു ചീട്ടിന്റെ പേരാണ് ഹാമാൻ യഹൂദന്മാരെ നശിപ്പിക്കുവാനുള്ള ദിവസം നോക്കുവാൻ തക്കോണം ഇട്ട ചീട്ടിന്റെ പേരാണ് പൂര് എന്ന് പറയുന്നത്. അങ്ങനെ അവർ ആ ചീട്ടിട്ടപ്പോൾ ആധാർ മാസം 13-ാം തീയതി എന്നാണ് ആ ചീട്ട് വീണത്. ആ ദിവസം തന്നെയാണ് ഇവർ യഹൂദന്മാര് തങ്ങളുടെ ശത്രുക്കളെ മുഴുവനും കൊന്നൊടുക്കുന്നതായിട്ട് നമുക്കൊരു വിധി വൈപരീത്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ യഹൂദന്മാർക്കെതിരെ ചെയ്ത ദ്രോഹത്തിന് മറുപടിയായിട്ട് ഹാമാന് കഴുമരം ലഭിച്ചതിനാൽ ഈ രക്ഷയുടെ ഉത്സവത്തിന്
പൂര് എന്ന പദത്തിൽ നിന്നും വരുന്ന പൂരി എന്ന പേര് വിളിക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ അങ്ങനെ ആണ് ഈ പൂരിം എന്ന പേരിന്റെ പശ്ചാത്തലം എന്നുള്ള ചോദ്യം വന്നാൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കും 8-ാം അധ്യായം 15 മുതൽ 9-ാം അധ്യായം 32 വരെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇവർ നടത്തുന്ന ഈ ഒരു ആഘോഷങ്ങളൊക്കെയാണ്. അപ്പോൾ മൊർദെഖായി ഇവർക്കായിട്ട് ഒരു ചട്ടവും കൂടി എഴുതി വെച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ, ഈ പൂരീം പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസത്തിൽ അവർ വിരുന്ന് നടത്തുകയും പരസ്പരം സമ്മാനങ്ങൾ കൈമാറി ഇങ്ങനെ ഒരു ഉത്സവമായിട്ട് ഇത് ആചരിക്കണമെന്നും പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ എസ്തേറിന്റെ പുസ്തകം അവസാന ഭാഗമായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ഇനി നമുക്ക് 10-ാമത്തെ അധ്യായത്തിലാണ് നാം കാണുന്നത് രാജാവ് മൊർദെഖായിക്ക് ഒരു ഉന്നത സ്ഥാനം, ഉന്നത പദവി നൽകുന്നതായിട്ടും 10-ാമത്തെ അധ്യായം 3-ാം വാക്യത്തിൽ നമുക്ക് കാണാം. യഹൂദനായ മൊർദെഖായി അഹശ്വേരോശ് രാജാവിന്റെ രണ്ടാമനായി, അതായത് ഹാമാന് ലഭിച്ച അതേ പദവി മൊർദെഖായിക്ക് ലഭിക്കുന്നതായിട്ട് 10-ാം അധ്യായത്തിൽ കാണുന്നതോടുകൂടി എസ്തേറിന്റെ പുസ്തകം അവസാനിക്കുകയാണ്. അങ്ങനെ അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനുള്ള പുസ്തകത്തിൽ 47-ാമത്തെ പേജിൽ ഉപസംഹാരവും കൂടി അവിടെ കാണുന്നുണ്ട്. ഉപസംഹാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതിൽ പറയുന്നത് എസ്തേറിന്റെ പുസ്തകം നമുക്ക് നോക്കിയാൽ ഒരു ആത്മീയ ഉപദേശം ഒന്നും നമുക്ക് നൽകുന്നില്ല, എങ്കിലും ചില സാൻമാർഗിക തത്വങ്ങളാണ്. സാൻമാർഗിക തത്വം എന്ന് പറഞ്ഞാൽ പരസ്പരം എങ്ങനെയാണ് നാം കരുതേണ്ടത്, ദൈവത്തിൽ ആശ്രയിക്കേണ്ടത് എങ്ങനെയാണ്, പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ തരണം ചെയ്യുവാൻ ഉപവാസത്തെയും പ്രാർത്ഥനയും എങ്ങനെ കൂട്ടുപിടിക്കാം എന്നൊക്കെയുള്ള ചില സാൻമാർഗിക തത്വങ്ങളാണ് ഈ എസ്തേറിന്റെ പുസ്തകം നൽകുന്നത്. അതല്ലാതെ ഒരു ആത്മീയ ഉപദേശമൊന്നും സ്ട്രെയിറ്റ് ആയിട്ട് എസ്തേറിന്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല. ഇനി ഇതിന്റെ പ്രധാന കാതലായ തത്വം, ഈ പുസ്തകത്തിലെ എസ്തേറിന്റെ പുസ്തകത്തിലെ പ്രധാന കാതലായ തത്വം എന്ന് പറഞ്ഞ് അവിടെ കാണുന്നത് 2 കാര്യമാണ്. ഒന്ന്, സഹോദരനെ സ്നേഹിക്കുക, എന്നാൽ ശത്രുവിനെ ദ്വേഷിക്കുക എന്നുകൂടിയാണ് എസ്തേറിന്റെ പുസ്തകം നൽകുന്ന കാതലായ തത്വം. അപ്പോൾ ഇത് പുതിയ നിയമ ചിന്തയിൽ നിന്നും അല്പം വ്യത്യസ്തമാണ്. എന്താണ് പുതിയ നിയമ ചിന്തയിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ട് വരുന്നത്? പുതിയ നിയമത്തിൽ സഹോദരനെ സ്നേഹിക്കുക എന്നേ ഉള്ളൂ, ശത്രുവിനെ ദ്വേഷിക്കാൻ, ശത്രുവിനെ സ്നേഹിക്കുക എന്നാണ് ക്രിസ്തു നമ്മളെ പുതിയ നിയമത്തിൽ പഠിപ്പിച്ചിരിക്കുന്നതായ പാഠം. അങ്ങനെ പുതിയ നിയമ ചിന്തയിൽ നിന്നും വ്യത്യസ്തമായ ഒരു തത്വം. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് നേരിടാവുന്നതാണ്. പുതിയ നിയമ ചിന്തയിൽ നിന്നും വ്യത്യസ്തമായ ഏത് തത്വമാണ് എസ്തേറിന്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്? അപ്പോൾ അവിടെ വ്യക്തമാക്കുക എന്ന് ചോദിച്ചാൽ എസ്തേറിന്റെ പുസ്തകം നൽകുന്ന തത്വം എന്ന് പറയുന്നത് സഹോദരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അവർ യഹൂദന്മാര് പരസ്പരം അവരെ കരുതി, സഹോദരന്മാര് പരസ്പരം സ്നേഹിക്കുകയും കരുതുകയും ചെയ്തു. അപ്പോൾ എസ്തേറും മൊർദെഖായും തങ്ങളുടെ ജനത്തിന് വേണ്ടി, സുരക്ഷിതത്തിന് വേണ്ടി നിലനിൽക്കുകയും, എന്നാൽ അതേസമയം യഹൂദന്മാർ അവരുടെ ശത്രുക്കളായ ബാബിലോണിയരെ അല്ലെങ്കിൽ അവരുടെ ശത്രുക്കളെ കൊന്നൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതാണ് ശത്രുവിനെ ദ്വേഷിക്കുക എന്നുള്ള ഒരു തത്വം ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ പുതിയ നിയമ ചിന്തയിൽ ക്രിസ്തു നമുക്ക് നൽകുന്ന പാഠം പരസ്പരം സ്നേഹിക്കുക, അതോടൊപ്പം തന്നെ ശത്രുവിനെയും സ്നേഹിക്കുക. അതാണ് അതിൻ്റെ ഒരു കരണത്തടിക്കുന്നവന് മറ്റു കരണം കൂടി കാട്ടിക്കൊടുക്കുക എന്നാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പുതിയ നിയമത്തിൽ നിന്നും ഇത് വളരെയധികം വ്യത്യസ്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ഇന്ത്യയെക്കുറിച്ചുള്ള ഏക പരാമർശമുള്ള പുസ്തകവുമാണ് എസ്തേറിൻ്റെ പുസ്തകം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, അങ്ങനെ ഈ ഒരു പഠന പരമ്പര ഇവിടെ അവസാനിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനിയും പുസ്തകത്തിലെ 48-ാമത്തെ പേജിൽ വിചിന്തനത്തിന് വേണ്ടി അല്പം ചോദ്യങ്ങൾ കൂടി നൽകിയിട്ടുണ്ട്. ദൈവം അനുവദിക്കുന്ന പക്ഷം, സമയം അനുവദിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒരു വീഡിയോ കൂടി ഈ ക്വസ്റ്റ്യനുകളെ ബേസ് ചെയ്ത് ഇടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ ആൻസറുകൾ രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം വരെയാണെന്ന് തോന്നുന്നു ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത അധ്യായങ്ങൾ കൂടി ദൈവം അനുവദിക്കുന്ന പക്ഷം ഇടുവാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധമായിട്ടുള്ള വിജയാശംസകളും നേരുന്നു. വീണ്ടും ഓർക്കുക, വിജയവും പരാജയവും ഒന്നുമല്ല ഇതിലെ കാര്യം. ദൈവത്തിന് വേണ്ടി അല്പസമയം നമുക്ക് ചെലവഴിക്കുവാനും ഈ 2 പുസ്തകങ്ങൾ എന്നാൽ കാഴ്ചയിൽ വളരെ ചെറുതെന്ന് തോന്നുമെങ്കിലും വളരെയധികം നമ്മുടെ ജീവിതത്തിൽ, ഓരോ ക്രിസ്ത്യാനിയുടെ വിശ്വാസിയുടെ ജീവിതത്തിൽ വളരെയധികം പ്രയോജനകരമായ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രതിസന്ധിയുടെയും പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ എങ്ങനെ ദൈവജനങ്ങൾ ദൈവത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകാമെന്ന് ഈ 2 പുസ്തകങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ അത് പഠിക്കുവാനായിട്ടും അത് നമ്മുടെ ഭവനത്തിലും നമ്മുടെ സമൂഹത്തിലുമൊക്കെയും അത് നമുക്ക് കാട്ടിക്കൊടുക്കുവാനുമായിട്ടുള്ള ഒരു അവസരമായിട്ട് മാത്രം കാണുക. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു.